ഓർമ്മയ്ക്കായി ഭാഗം 39. നിങ്ങളുടെ കയ്യിലാകുമ്പോൾ അത് യഥാവധി നിങ്ങൾ ചെയ്യുമെന്ന് തോന്നി. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അമ്മ വാങ്ങിയതിലും ഇരട്ടി വില തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ആ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്, ആൽഫി പറഞ്ഞു. അത് നന്നായി മോനെ, നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് അത് എന്തു ചെയ്യാനാണ്, വല്യപ്പച്ചൻ പറഞ്ഞു. അമ്മ വന്ന ഉടനെ അത് അമ്മുവിൻ്റെ പേരിലേക്ക് എഴുതാമെന്നാണ് പറയുന്നത്. അത് നന്നായി. മോളുടെ പേരിൽ എഴുതിയാലും അത് നിനക്ക് അവകാശപ്പെട്ടതായിരിക്കുമല്ലോ, മുത്തച്ഛൻ പറഞ്ഞു. വല്യപ്പച്ചനും ആൽഫിയും മുത്തച്ഛനെ നോക്കി. നോക്കണ്ട നിങ്ങൾ, എന്നോട് മോള് എല്ലാം പറഞ്ഞു. അമ്മുമോളുടെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്നാലും അവൾക്കും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളുടെ മോള് ഇവൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും മോളും ഞങ്ങളുടെ മോളെ ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? മുത്തച്ഛൻ വല്യപ്പച്ചനോട് ചോദിച്ചതും ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല, സന്തോഷമേ ഉള്ളൂ. അമ്മുമോള് ഈ നിൽക്കുന്ന നരിക്കുന്നേൽ ആൽഫ്രഡ് സാമുവലിൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കും. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം, വല്യപ്പച്ചൻ മുത്തച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ രണ്ടുപേരുടെയും കൈകൾക്ക് മുകളിൽ ആൽഫി അവൻ്റെ കൈകൾ വെച്ചു. 3 പേരും മനസ്സ് നിറഞ്ഞ് ആ സമയം സന്തോഷിക്കുകയായിരുന്നു. വല്യപ്പച്ചനും മുത്തച്ഛനും അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി. ആൽഫി ഫോണെടുത്ത് അമ്മുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തു. മെസ്സേജ് നോട്ടിഫിക്കേഷൻ ട്യൂൺ കേട്ടതും അമ്മു ഫോൺ എടുത്ത് നോക്കി. അതിൽ വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. മുകളിലേക്ക് വാ എന്ന് മാത്രമായിരുന്നു ആ മെസ്സേജ്. അത് കണ്ടതും അവൾ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ ആൽഫിയുടെ ഫോട്ടോ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. അമ്മു കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. മുകളിൽ ഒരുപാട് മുറികളുണ്ട്. പടികൾ കയറി അവൾ മുകളിലേക്ക് ചെന്നതും പെട്ടെന്ന് ഒരു ഡോറിനടുത്ത് നിന്ന് ഒരു കൈ വന്ന് അവളെ വലിച്ച് റൂമിലേക്കിട്ടു. ആൽഫിയാകും എന്ന് അവൾക്ക് ഉറപ്പായത് കൊണ്ട് തന്നെ വലിയ പേടി തോന്നിയില്ല. അകത്തേക്ക് ഇട്ടിട്ടും അവളുടെ കയ്യിൽ നിന്നും അവൻ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താ ചായ? അവൾ ചോദിച്ചു. കൊച്ചേ, ദേ ഈ മുറി, ഇതാണ് നമ്മുടെ ബെഡ്റൂം, ആൽഫി പറഞ്ഞതും അവൾ ചുറ്റും നോക്കി. കുറച്ചു മുമ്പ് ഇവിടെ വന്ന് നോക്കിപ്പോയപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ട റൂം തന്നെയായിരുന്നു ഇത്. അതെന്താ ഈ റൂം തന്നെ വേണമെന്ന് ഇത്ര വാശി? അവൾ ചോദിച്ചു. അതോ, ഈ റൂം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആൽഫി പറഞ്ഞു. ആണോ? അപ്പോൾ ബാക്കിയുള്ള റൂമൊന്നും കൊള്ളില്ല എന്നാണോ ഈ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ? അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറയട്ടെ ഇച്ചായ, ഈ റൂം ഒത്തിരി സേഫാണ്. പുറത്തുനിന്ന് ആർക്കും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ജനാലകളും എല്ലാം സേഫാണ്. പിന്നെ വുഡൻ സീലിംഗ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും ആർക്കും ഈ മുറിയിലേക്ക് കടക്കാൻ പറ്റില്ല. ഈ വാതിലിൽ കൂടി അല്ലാതെ. വാതിലാണെങ്കിൽ അതിലും സ്ട്രോങ് അല്ലേ ചായ? അവൾ ചോദിച്ചതും അവൻ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ലോക്ക് ചെയ്തു. മനസ്സിലാക്കി കളഞ്ഞല്ലോ എൻ്റെ കൊച്ച്, അവൻ ചോദിച്ചു. പിന്നെ ഇങ്ങോട്ട് താമസം മാറാൻ ഇച്ചാൻ സമ്മതിക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ സുരക്ഷ നോക്കുമെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും മാണിക്കത്തന്മാരുടെ വീട് കാണാൻ പറ്റും. അത് ഇച്ചാൻ കണ്ടില്ലേ? അമ്മു ജനൽ പാളിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ടു. അതെനിക്ക് ഒരു വിഷയമായിട്ട് തോന്നിയില്ല. ബാക്കി എല്ലാ മുറികളും അത്ര സേഫല്ല. ഇവിടെ എനിക്ക് സേഫായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇത് മതിയെന്ന് ഞാൻ തീരുമാനിച്ചതും. നീ പറഞ്ഞ പോരായ്മ ഞാൻ കണ്ണടച്ച് കളഞ്ഞതും, ആൽഫി പറഞ്ഞു. പിന്നെ എപ്പോഴും ഞാനുണ്ടാകും എൻ്റെ കൊച്ചിൻ്റെ കൂടെ, ആൽഫി പറഞ്ഞു. എങ്ങനെ? അവൾ ചോദിച്ചു. പറഞ്ഞു തരില്ല, നീ കണ്ടുപിടിക്ക്, ആൽഫി പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ കണ്ണു കൂർപ്പിച്ച് നോക്കല്ലേ, എനിക്ക് ഈ നീലക്കണ്ണ് കാണണമെന്ന് തോന്നിയ പിന്നെ ഞാൻ കണ്ടിട്ടേ പോകൂ, അവൻ പറഞ്ഞതും അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി. ഇച്ചായ, ഒരുപാടൊന്നും ചെയ്യണ്ട. ഞാൻ അമ്മ വരുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് പെരുന്നാളും ഉത്സവവും എല്ലാം കഴിയുമ്പോൾ തിരിച്ചു പോകില്ലേ? പിന്നെ എന്തിനാ ഇത്രയധികം ഒരുക്കങ്ങൾ നടത്തുന്നത്? അവൾ ചോദിച്ചു. ആരു തിരിച്ചു പോകുന്നു? ഇവിടെ നിന്നും നീ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ആൽഫ്രഡ് സാമുവലിൻ്റെ മിന്ന് നിന്റെ കഴുത്തിലുണ്ടാകുമെന്ന്. അപ്പോൾ പിന്നെ എൻ്റെ ഭാര്യ എന്നെ ഇട്ടിട്ട് എങ്ങോട്ട് പോകാനാണ്? എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് കോളേജിൽ പോകണ്ടേ, പഠിക്കണ്ടേ? അമ്മു ചോദിച്ചു.
അവൻ അവളെയും കൊണ്ട് ആ ജനാലിൻ്റെ അടുത്തേക്ക് നടന്നു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് ഇനി നിനക്കൊരു തിരിച്ചുപോക്ക് ഉള്ളൂ. അത് കോളേജിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും, അവൻ പറഞ്ഞു. അമ്മയും മുത്തച്ഛനും സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ ആരുടെ സമ്മതമാണ് എനിക്ക് വേണ്ടത്? ആൽഫി ചോദിച്ചു. എൻ്റെ സമ്മതം വേണ്ടേ ചായ? അവൾ ചോദിച്ചു. എൻ്റെ പെണ്ണ് എനിക്ക് ഇന്നലെ സമ്മതം തന്നല്ലോ. അതിന് മാത്രമല്ല, മറ്റു പലതിനുമുള്ള സമ്മതം തന്നു കഴിഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം കൊണ്ടുവന്നതും അവൾ വേഗം കൈകൊണ്ട് അവൻ്റെ ചുണ്ടിൽ തടഞ്ഞു. ഇതിപ്പോ എപ്പോഴുണ്ടല്ലോ, ഇതിനൊന്നും സമ്മതം ഞാൻ തന്നിട്ടില്ല, അവൾ പറഞ്ഞു. അവൻ അവളുടെ കൈ ചുണ്ടിൽ നിന്നും എടുത്തു മാറ്റി. ആര് പറഞ്ഞു? എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെയാണ്. പിന്നെ എനിക്ക് എല്ലാത്തിനുമുള്ള സമ്മതമുണ്ട്. ഇങ്ങനെ ചേർത്ത് നിർത്താനും ഇങ്ങനെ ഉമ്മ വയ്ക്കാനും എന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ അവൻ ചുംബിച്ചു. പിന്നെ മറ്റു പലതിനുമുള്ള സമ്മതമുണ്ട്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു സമ്മതം ഞാൻ തരണമെങ്കിൽ ഇച്ചാൻ പറഞ്ഞതുപോലെ ഇച്ചായൻ്റെ മിന്ന് ഈ അപർണ സുബ്രഹ്മണ്യത്തിൻ്റെ കഴുത്തിൽ വീഴണം. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കാം, അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ അവളെ അവൻ്റെ ദേഹത്തേക്ക് കുറച്ചുകൂടി അമർത്തി പിടിച്ചുകൊണ്ട്, എന്താലോചിക്കാന്നാ? പിന്നെ നിനക്ക് ആലോചിക്കാനുള്ള അവസരം നിനക്ക് ഞാൻ തരില്ല, ആൽഫി പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി അവൻ്റെ മുഖം താഴ്ന്നു വന്നതും അപ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തത്. അവരുടെ ആ മനോഹരമായ നിമിഷത്തിന് തടസ്സം സൃഷ്ടിക്കാൻ വന്ന ആ ഫോൺ കോളിനോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. അവൻ കണ്ണുകളടിച്ച് അവൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് കണ്ട് അമ്മൂനി ചിരി വന്നു. അവൻ ഫോൺ എടുത്തു. മറുവശത്ത് നിന്ന് പറയുന്നത് കേട്ടതും, ഞാനിപ്പോൾ വരാം, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു. താഴെ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാളെ വരുത്താൻ വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? എൻ്റെ ഒപ്പം വരുന്നോ? ഏതമ്പലം? അവൾ ചോദിച്ചു. അവളുടെ മുറിയുടെ ജനാലയിൽ നിന്ന് കൊണ്ട് തന്നെ ആൽഫി ആ കുഞ്ഞു ക്ഷേത്രം കാണിച്ചു കൊടുത്തു. ഇത് ഈ അയ്യങ്കാർ മനയിലെ ക്ഷേത്രമാണ്. അവിടെ ദേവീപ്രതിഷ്ഠയാണ്. അവിടെ അടഞ്ഞു കിടക്കുന്നത് കുറേ വർഷങ്ങളായി. വെറുതെ അടഞ്ഞു കിടന്നാൽ ദോഷമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വല്യപ്പച്ചൻ പറഞ്ഞു, അതിലെ പൂജയോ എന്തെങ്കിലുമൊക്കെ നടത്താനുള്ള ആളെ കിട്ടുമെങ്കിൽ നടത്താമെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കുകയല്ലേ, നോക്കി നടത്താനും മറ്റും ആളായല്ലോ. അതുകൊണ്ട് അവിടെയെല്ലാം വൃത്തിയാക്കി ദേവി പൂജ വീണ്ടും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്, ആൽഫി അവളെ കവിളിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെയും അവൻ തലോടുന്ന കൈകളിലേക്കും ഒന്ന് നോക്കി. മനസ്സിലായില്ല? ഈ ദേവിയെ പൂജിക്കാൻ ഈ ദേവനുണ്ടല്ലോ, ആ ദേവിയെ പൂജിക്കാൻ ഒരാൾ വേണ്ടേ? അതിന് ആള് താഴെ വന്നിട്ടുണ്ട്, അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. അല്ല, ആ ദേവിക്ക് ഏത് പൂജയാണ് ഇഷ്ടമെന്ന് ഞാൻ വന്നേക്കുന്ന ആളോട് ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നിട്ട് ഈ ആൽഫിയും ഒരു ദേവി പൂജ നടത്തുന്നുണ്ട്, അവൻ പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റി. ഈ ദേവിയെ പൂജിക്കാനായിട്ട് ഈ ദേവൻ ഇങ്ങോട്ട് വരണ്ട ഇപ്പോൾ, അമ്മു പറഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. പിന്നെ എപ്പോഴാ വരേണ്ടത്? അതിന് സമയവും കാലവും ഉണ്ടോ? അവൻ ചോദിച്ചു. ഈ ദേവിയെ പൂജിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ഓടി വാതിലിനടുത്തേക്ക് വന്നു. വാതിൽ തുറന്ന് അവൾ പുറത്തേക്ക് പോയി. ആൽഫി അവൾ പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് മീശത്തുമ്പ് ഒന്ന് കടിച്ചു. ഈ ദേവിയെ ഈ ദേവൻ പൂജിച്ചിരിക്കും. അധികം താമസിയാതെ തന്നെ, അവൻ പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങി. അവിടെ വല്യപ്പച്ചൻ്റെയും മുത്തച്ഛൻ്റെയും അടുത്ത് നിന്ന് ഒരാൾ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദാ ആൽഫി വന്നല്ലോ. മോനെ ആൽഫി, നീ അറിയില്ലേ നന്ദകിഷോറിനെ? വല്യപ്പച്ചൻ ചോദിച്ചു. പിന്നെ അറിയാതെ, നമ്മുടെ മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയല്ലേ? അതെ, എനിക്കും അറിയാം. ഞാൻ കേശവിൻ്റെ ഫ്രണ്ട് കൂടിയാണ്, നന്ദകിഷോർ പറഞ്ഞു. അതെയോ? അപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ ക്ഷേത്രം ഒത്തിരി വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ ദേവീപ്രതിഷ്ഠ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ല. ചിലപ്പോൾ പൂജാമുറിയിലോ അവിടെ എവിടെയെങ്കിലും താക്കോല് കാണും. അവിടെ ദേവി വിഗ്രഹം ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പറഞ്ഞു കേട്ടുള്ള അറിവേയുള്ളൂ, വല്യപ്പച്ചൻ നന്ദകിഷോറിനോട് പറഞ്ഞു. ആദ്യം നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ പുറമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ആളുകൾ ഇപ്പോഴും പണിക്കുണ്ട്.
ഞാൻ പോയി പൂജാമുറിയിൽ താക്കോലുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം, ആൽഫി പറഞ്ഞു. ഞാനും വന്നോട്ടെ പൂജാമുറിയിലേക്ക്, നന്ദകിഷോർ ചോദിച്ചു. അതിനെന്താ, വന്നോളൂ, ആൽഫി പറഞ്ഞതും നന്ദനും ആൽഫിയുടെ കൂടെ അകത്തേക്ക് കയറി ചെന്നു. ഇതാണ് പൂജാമുറി, ക്ലീൻ ആക്കിയിട്ടില്ല, എന്തായാലും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആൽഫി പറഞ്ഞു. അത് വേറൊന്നും വിചാരിക്കില്ലേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഈ പൂജാമുറിയിലും എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവും. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ആരെയെങ്കിലും കൊണ്ട് വൃത്തിയാക്കിക്കാതെ ഈ വീട്ടിലുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായ ആരെങ്കിലും രാവിലെ കുളിച്ച് വൃത്തിയാക്കുന്നത് ആയിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു, നന്ദൻ പറഞ്ഞു. ബുദ്ധിമുട്ടാകുമോ ആൽഫി, നന്ദൻ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടുമില്ല, അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം, വൃത്തിയില്ലാതെ കിടക്കുകയാണ്, ആൽഫി പറഞ്ഞു. അത് ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹിന്ദുക്കൾ ആരെങ്കിലും ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ക്ലീൻ ചെയ്യുമല്ലോ, അതുകൊണ്ട് മാത്രാട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നന്ദൻ പറഞ്ഞു. ആൽഫി പൂജാമുറിയുടെ ഡോറ് തുറന്നു. വലിയൊരു പൂജാമുറിയായിരുന്നു. തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയ കൃഷ്ണ വിഗ്രഹമാണ്. പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്ന കൃഷ്ണ വിഗ്രഹം ആണെങ്കിലും അത് ഒരുപാട് വലിപ്പമുള്ള വിഗ്രഹമാണെന്ന് അവർക്ക് തോന്നി. കുറച്ചു മുമ്പ് ആൽഫി കണ്ടതുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ആൽഫിയുടെ പുറകിൽ തന്നെ നന്ദനും കയറി. ഇത് ഒത്തിരി പഴക്കമുള്ള വിഗ്രഹം ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കേടുപാടുകളും ഇല്ലല്ലോ, നന്ദൻ പറഞ്ഞു. അത് ഒത്തിരി വർഷം പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ പണിയും അങ്ങനെയായിരിക്കും. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് വിളക്കുകളും ഓടിൻ്റെ പാത്രങ്ങളും എല്ലാം കാണുന്നുണ്ട്. ശരിക്കും ഒരു അമ്പലം പോലെ തന്നെ പൂജ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പൂജകൾ നടത്തുന്ന എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ടല്ലോ, നന്ദൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആൽഫി അവൻ്റെ കയ്യിലെ മൊബൈൽ ടോർച്ച് ഓണാക്കി. ഇത് കൃഷ്ണൻ്റെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകുന്ന ചെറിയ വിഗ്രഹവും അവിടെ തന്നെ ഉണ്ടല്ലോ, അതുകൂടാതെ ചെറിയൊരു ദേവീ വിഗ്രഹമുണ്ട്. നന്ദൻ മാറാല കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ആ ദേവീ വിഗ്രഹം എടുത്തു നോക്കി. ഇത് ആ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും. ദേവിയെ എഴുന്നള്ളിപ്പിനും മറ്റും കൊണ്ടുപോകുന്നത് ഈ വിഗ്രഹമാണ്. അപ്പോൾ ശക്തിയുള്ള ദേവി തന്നെയാണ്. പൂജയും മറ്റും ഒന്നുമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ദോഷങ്ങൾ ഈ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടാകും, നന്ദൻ പറഞ്ഞു. അത് കേട്ടതും ആൽഫി നന്ദനെ നോക്കി. ഇവിടെ താമസിക്കുന്നവർക്ക് യാതൊരു ദോഷവും വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതെല്ലാം ചെയ്യാം, പക്ഷേ എനിക്കൊരു സംശയം. അത് തീർക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആ ക്ഷേത്രമൊന്ന് തുറക്കാം, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ആ ദേവിയുടെ വിഗ്രഹം അവിടെ തന്നെ വെച്ചു. വീണ്ടും അവർ ദേവീക്ഷേത്രത്തിലെ താക്കോൽ അവിടെയെല്ലാം തിരഞ്ഞു. അപ്പോഴാണ് ഒരു ചെറിയ ബോക്സ് ഇരിക്കുന്നത് കണ്ട് ആൽഫി മാറാല കൈകൊണ്ട് തട്ടി മാറ്റിക്കൊണ്ട് ചെറിയ ബോക്സ് എടുത്തു. അത് തുറന്നപ്പോഴേ കണ്ടു ഒരു വലിയ താക്കോൽ ഇരിക്കുന്നത്. ഇതായിരിക്കുമോ നന്ദ ആ ക്ഷേത്രത്തിലെ താക്കോൽ? ആൽഫി അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു. അത് കണ്ടതും നന്ദൻ അത് വാങ്ങി അതിലേക്ക് ടോർച്ചടിച്ചു. ഇതാവാൻ സാധ്യതയുണ്ട് ആൽഫി, നമുക്ക് പോയി ഒന്ന് തുറന്നു നോക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പടികൾ ഇറങ്ങി വരുന്ന അമ്മുവിനെ നന്ദനും ആൽഫിയും കാണുന്നത്. ഇത് നന്ദൻ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പിന്നെ ആൽഫിയെ നോക്കി. ഇവിടെ താമസിക്കാൻ പോകുന്നത് ഇവരാണ്, ആൽഫി പറഞ്ഞുകൊണ്ട് അമ്മുവിനെ കണ്ണുകൊണ്ട് അടുത്തേക്ക് വരാൻ കാണിച്ചതും അവൾ ആൽഫിയുടെ അടുത്തേക്ക് ചെന്നു. ഇത് അപർണ സുബ്രഹ്മണ്യം, ഇവിടെ താമസിക്കാൻ പോകുന്നതാണ്. എൻ്റെ സഹോദരി ആൻസിയുടെ കൂട്ടുകാരിൽ ഒരാളാണ് അപർണ. അവിടെ പുറത്ത് നമ്മൾ കണ്ടില്ലേ ഒരു പ്രായമായ ആളെ, എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ? അത് അപർണയുടെ മുത്തച്ഛനാണ്. അവർ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടല്ലോ. കല്യാണവും പിന്നെ പെരുന്നാളും മാണിക്യത്തന്മാരുടെ ക്ഷേത്രത്തിലെ ഉത്സവവും കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അപർണ ഇനി തിരിച്ചു പോകാൻ സാധ്യതയില്ല, ഇവിടെ ഉണ്ടാകും, ആൽഫി പറഞ്ഞു. നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകാം, ആൽഫി അമ്മുവിനെ നോക്കി പറഞ്ഞതും അവൾ സമ്മതിച്ചു. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വല്യപ്പച്ചനും മുത്തച്ഛനും മാത്തപ്പൻ ചേട്ടനും പണിക്കാരോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. ആൽഫിയും അമ്മുവും നന്ദനും കൂടി ക്ഷേത്രത്തിലേക്ക് നടന്നു. അമ്മു ആൽഫിയുടെ കൂടെ തന്നെയാണ് നടന്നത്. അവിടെ ചെന്നപ്പോഴേ കണ്ടു പുറത്തെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പണിക്കാർ കുറച്ച് മാറി ക്ലീനിങ് നടത്തുന്നുണ്ട്. നന്ദൻ ദേവി ക്ഷേത്രത്തിലെ വലിയ ഒരു മണി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അതിൽ പതിയെ ഒന്ന് തട്ടിക്കൊണ്ട് വാതിലിനടുത്തേക്ക് കയറി നിന്നു. കയ്യിലെ താക്കോൽ കൊണ്ട് അത് തുറക്കാൻ നോക്കി. തുറക്കാൻ പറ്റുന്നില്ലല്ലോ. നന്ദൻ കുറേ സമയം നോക്കിയിട്ടും അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ലോക്ക് സ്റ്റെക്കായിട്ടുണ്ടാവും. കുറച്ച് ഓയിൽ എന്തെങ്കിലും നമുക്ക് ഒഴിച്ചു നോക്കിയിട്ട് തുറക്കാം,
ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആൽഫി നന്ദനെ നോക്കിയതും നന്ദൻ പടികൾ താഴേക്ക് ഇറങ്ങി. ആൽഫി കയറി നിന്ന് താക്കോൽ കൊണ്ട് 1-2 പ്രാവശ്യം തിരിച്ചു. പെട്ടെന്ന് അവിടെ തുറക്കുന്ന ശബ്ദം കേട്ടു. തുറന്നല്ലോ. ആൽഫി പറഞ്ഞതും അവൻ തന്നെ ഡോറിൻ്റെ 2 പാളികളും ശക്തമായി തുറന്നു. വലിയൊരു ശബ്ദത്തോടെ അത് തുറന്നു. തുറന്നതും ഉള്ളിൽ ഇരിക്കുന്ന വലിയ കരിങ്കല്ലിൽ കൊത്തിയ ദേവി വിഗ്രഹമാണ് കാണുന്നത്. അത് കണ്ടതും ആൽഫി പതിയെ പടികൾ താഴേക്കിറങ്ങി. നന്ദനോട് കയറി നോക്കാൻ പറഞ്ഞു. നന്ദൻ പടികൾ കയറിയതും ആ ദേവി വിഗ്രഹം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നത് തമിഴ് ബ്രാഹ്മിൺസ് ആയിരുന്നുവോ? നന്ദൻ ചോദിച്ചു. അറിയില്ല നന്ദൻ, അതൊന്നും നമുക്കറിയില്ല, ആൽഫി പറഞ്ഞു. അകത്തേക്ക് നന്ദൻ കയറി. കയ്യിലെ ടോർച്ച് അടിച്ചുകൊണ്ടാണ് നന്ദൻ കയറിയത്. ആൽഫിയും അമ്മുവും കുറച്ച് മാറി നിന്നു. അല്പസമയത്തിന് ശേഷം നന്ദൻ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു. ഇത് നമ്മൾ കരുതിയതുപോലെ ചെറിയൊരു ക്ഷേത്രമൊന്നുമല്ല. ഇത് വലിയൊരു ദേവീക്ഷേത്രം തന്നെയായിരുന്നു. തമിഴ്നാട് ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വിഗ്രഹമാണത്. അതായത് ഇവിടെ താമസിക്കുന്നവർ തമിഴ് ബ്രാഹ്മിൺസ് ആയിരിക്കും. എന്തായാലും ശക്തിയുള്ള ദേവിയാണ്. എല്ലാ ദേവീ പൂജകൾക്കുള്ള പാത്രങ്ങളും നേദിക്കാനുള്ള പാത്രങ്ങൾ വരെ എല്ലാം അതിൽ തന്നെ വച്ചിട്ടുണ്ട്. മുൻകൂട്ടി എല്ലാം കണ്ട് അറിഞ്ഞതുപോലെ ദേവിക്ക് വേണ്ടിയുള്ള എല്ലാം സുരക്ഷിതമാക്കി അതിനുള്ളിൽ വെച്ചുകൊണ്ടാണ് അവർ ഈ ദേവീ നട അടച്ചിരിക്കുന്നത്. ഇതേ സമയം മാണിക്കത്താന്മാരുടെ വീട്ടിൽ അമ്പലത്തിൽ നിന്നുള്ള മണിയടി ശബ്ദം കേട്ടതും മാണിക്കത്താൻ കുടുംബത്തിലെ കാരണവരായ ജയദേവ് മാണിക്കത്താൻ പുറത്തേക്കിറങ്ങി. കൂടെ അയാളുടെ മക്കളായ രാഘവേന്ദ്രനും അമർനാഥും. അച്ഛാ, അമ്പലത്തിലെ മണിയടിയല്ലേ കേട്ടത്? രാഘവേന്ദ്രൻ ചോദിച്ചു. അതെ, ആ ക്ഷേത്രത്തിലെ മണിയടി തന്നെയാണ്. പുറത്തേക്കിറങ്ങി നോക്കിയപ്പോഴേ കണ്ടു. ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ആൽഫിയും അവരുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയായ നന്ദനയും. ഇത് നമ്മുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയല്ലേ? അവനെന്താ ഇവിടെ? അമർനാഥ് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് ഗോവിന്ദും മാനവും എത്തി. എന്താ മുത്തശ്ശ? അവിടെ ക്ഷേത്രത്തിൽ മണിയടി ശബ്ദം കേട്ടു. അപ്പോൾ ക്ഷേത്രം തുറന്നിട്ടുണ്ട് ആരോ. നമ്മുടെ അമ്പലത്തിലെ കീഴ്ശാന്തിയും അവിടെ വന്നിട്ടുണ്ട്, രാഘവേന്ദ്രൻ പറഞ്ഞു. ആ മന നരിക്കുന്നൽ വീട്ടുകാർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പൂജയും ഒന്നും ഉണ്ടാകുമില്ല എന്നാ കരുതിയത്. ക്ഷേത്രം തുറക്കാനായിട്ടായിരിക്കും നമ്മുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെ കൊണ്ടുവന്നിരിക്കുന്നത്. രാവിലെ മുതൽ അവിടെ വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, മാനവ് പറഞ്ഞു. അപ്പോഴാണ് അവരുടെ വലിയ ഗേറ്റ് കടന്ന് ഒരു കിയ കാരൻസ് വന്നു നിന്നത്. അതിൽ നിന്നും യുവരാജും പാർത്ഥസാരഥിയും കൂടി ഇറങ്ങി. നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നത്? പുറത്തേക്കിറങ്ങിയതും പാർത്ഥസാരഥി ചോദിച്ചു. അമ്പലത്തിലെ മണിയടി ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയത്. നോക്കിയപ്പോൾ അവിടെ പണിക്കാരുണ്ടായിരുന്നു രാവിലെ മുതൽ. പക്ഷേ അമ്പലം തുറന്നു എന്ന് തോന്നുന്നു. ആര്? പാർത്ഥസാരഥി ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി. അവിടെ ആൽഫിയും പിന്നെ നമ്മുടെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി നന്ദഗോപനും നിൽക്കുന്നുണ്ട് എന്ന് അമർനാഥ് പറഞ്ഞതും യുവരാജും പാർത്ഥസാരഥിയും അങ്ങോട്ട് നോക്കി. അവരത് വാങ്ങിയില്ലേ? ഇനി അവർക്ക് എന്തു വേണമെങ്കിലും ആകാലോ. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ജയദേവ് മാണിക്കത്താൻ തിരിഞ്ഞ് അകത്തേക്ക് പോയി. അയാളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും. അങ്ങോട്ട് നോക്കിക്കൊണ്ട് യുവരാജും പാർത്ഥസാരഥിയും തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് എന്തോ ഒരു തോന്നലിൽ യുവരാജ് തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോൾ ആൽഫിയുടെ അടുത്തേക്ക് നടന്നു വരുന്ന അമ്മുവിനെയാണ് അവൻ കാണുന്നത്. അത് കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു. അവളെ തന്നെ നോക്കി അവൻ നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ശബ്ദം ശരിയായിട്ടില്ലേ? ശരിയായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റോറി? ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.